പോയാ ആ ഡാ ആ എന്തായി പെണ്ണ് കാണാൻ പോയിട്ട്? അത് നടപടിയാവില്ലടാ. എനിക്ക് ആ പെണ്ണെ പിടിച്ചൊന്നുമില്ല. നല്ല പെണ്ണായിരുന്നല്ലോ. നല്ല പെണ്ണായിരുന്നാൽ മാത്രം മതിയേ. അവൾക്ക് എന്നെ പേരെ വിളിക്കാൻ പറ്റുള്ളൂ. എടാ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെടാ. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്താണ് കൊമ്പുണ്ട്? അവളുടെ അച്ഛനെ പേരാണോ വിളിക്കുന്നത്? എന്നെക്കാൾ 5-6 വയസ്സ് താഴെയാണ്. ഈ ബഹുമാനം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അത്ര മോശം കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. അതിനാണത് വേണ്ടത് വയ്ക്കുന്നത്. അത് മാത്രമല്ല, മൊത്തത്തിൽ ടേസ്റ്റൊക്കെ വ്യത്യാസമുണ്ട്. അവൾക്ക് എന്താ ചെയ്യുക? എനിമേന്ന് കണ്ട് പറയണ കാർട്ടൂണൊക്കെയാണ് സിനിമയേക്കാളും ഇഷ്ടം എന്ന് പറയുന്നത്. പിന്നെ ഏതൊക്കെ സീരിയലുകളും, അത് ഇംഗ്ലീഷും കൊറിയനൊക്കെ. എനിക്ക് ഈ കൊറിയക്കാരൊക്കെ പട്ടുസാരി എടുത്ത് നിൽക്കണ കാര്യം ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. ഇതൊക്കെ കാണും. എടാ അതുപോലെ സീരീസും ആയിരിക്കും. പിന്നെ ഈ അനിമി എന്ന് പറയുന്നത് നീ ഉദ്ദേശിക്കുന്ന പോലത്തെ കാർട്ടൂണല്ല. നീ അവളെ ന്യായീകരിക്കാൻ നിൽക്കരുത്. പിന്നെ അവൾ ചോദിക്കുക എന്നോട്, വീട്ടിലേക്ക് ലേറ്റായിട്ട് വന്ന പ്രശ്നം തോന്നുന്നു. നീ എന്ത് പറഞ്ഞു? ഞാൻ പറയല്ല ചെയ്തേ, ഞാൻ ചോദിക്കുകയും ചെയ്തേ, ഈ ലേറ്റാവണ വരെ നിനക്കൊക്കെ എന്തിട്ട് പുറത്ത് പരിപാടിന്ന്. അത് കേട്ടപ്പോൾ അവൾ ചമ്മി പോയി. എന്നിട്ട് എന്തായി? പിന്നെ അവൾ പറയാ ഞാനൊരു ഗ്രീൻ ഫ്ലാഗ് ആയിട്ട് അവൾക്ക് തോന്നുന്നുള്ളതാണ്. എടാ അതൊക്കെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് സംഭവിക്കുന്നല്ലേ. എന്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ്? ഞാനല്ലെങ്കിൽ ഗ്രീൻ ഫ്ലാഗ് ഒന്നുമല്ല അവളോട് പറഞ്ഞു. അപ്പം നമ്മളൊക്കെ റെഡ് ഫ്ലാഗ് അല്ലേ, ഈ കമ്മ്യൂണിസ്റ്റുകാരല്ലേ. പിന്നെ അവളൊന്നും പറഞ്ഞില്ല. അവളുടെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു അവർക്ക് ഇതിന് താല്പര്യമില്ലെന്ന്. ഞാൻ പറഞ്ഞു എനിക്കും താല്പര്യമായിട്ടില്ലെന്ന്. അവരേ മറ്റേ പാർട്ടിക്കാരാണെന്ന് പറഞ്ഞു. അതാണ് ഈ ഫ്ലാഗിൻ്റെ കാര്യത്തിലുള്ള ടെസ്റ്റ് ഒന്നും. സാരില്ല, നമുക്ക് നമ്മുടെ പാർട്ടിക്കാരെ കിട്ടും. നീ വാ. വെറുതെ അല്ല പെണ്ണുകളിൽ ഹാസ്യം ചിലടിച്ച് കെട്ടിടക്കാത്തത്. വാടാ.